ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അഞ്ജുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഒരു വിഷു മേക്ക് ഓവർ വീഡിയോ ആണ്. വെളുപ്പാൻ രാവിലെ 4 മണിക്ക് തുടങ്ങിയ മേക്ക് ഓവറാണ് കേട്ടോ. ഈ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റോജി രാജൻ എന്ന എൻ്റെ സ്വന്തം റോജി കുഞ്ഞിയാണ്. ഈ പറഞ്ഞ പോലെ മുഴുവനായിട്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലേ, പ്രത്യേകിച്ച് യാതൊരു ഇൻട്രൊഡക്ഷനും വേണ്ടി വരില്ല, എന്ത് കാര്യമാണ് പറയുന്നതെന്നും വേണ്ടി വരില്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും കംഫർട്ടായിട്ടുള്ള ചില മനുഷ്യർ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ വിശേഷം പറച്ചിൽ കൂടുന്നത്. ഈ 4 മണിക്ക് ഉറക്കം എഴുന്നേറ്റ് അതിനിടയിൽ കോട്ടുവായും ഇട്ട് ഉറങ്ങി തള്ളിയിരിക്കുന്ന എനിക്ക് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ റോജി കുഞ്ഞായിട്ട് സംസാരിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഷൂട്ട് നടക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞയുടെ വീട്ടിലേക്ക് രാവിലെ പോയി അവിടെ നിന്ന് ഒരുങ്ങി റെഡിയായിട്ടാണ് നമ്മൾ ടെമ്പിളിലേക്ക് പോകുന്നത്. അപ്പോൾ കുഞ്ഞയുടെ പേജിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കാം. ഒപ്പം തന്നെ നമ്മളിതേ ഒരു ലൈറ്റ് മേക്കപ്പാണ്, ജസ്റ്റ് ഒരു ഗ്ലോ എഫക്റ്റ് വരുന്ന രീതിയിൽ ഒരു ലൈറ്റ് മേക്കപ്പാണ് കൊടുക്കുന്നത്. ഒപ്പം എല്ലാ തവണയും ഞാൻ ഇടുന്നത് ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെയാണ്. ഇത്തവണ അതെല്ലാം ഒഴിവാക്കി കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക്കൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കണ്ണ് ആഡംബരമായി വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്തായാലും വളരെ ചെറിയ ലൈറ്റായിട്ട് മാത്രമാണ് ഇത്തവണ ഞാൻ കണ്ണ് എഴുതിയിരിക്കുന്നത്. പെൺകുട്ടികൾ പൊതുവെ ഒരുങ്ങാൻ ഒത്തിരി ഇഷ്ടമുള്ളവരാണല്ലോ. പക്ഷേ എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് ഒരുങ്ങാനൊക്കെ ആയിട്ട്. ഞാൻ ഈ ഒരുങ്ങി നടക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്പിറേഷനായിട്ട് കുറേ ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരുങ്ങിയൊക്കെ നടക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ പറയാറുണ്ട് പൊട്ടിയടിച്ച് നടക്കുക എന്നൊക്കെ ഉള്ളത്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഈ അണിഞ്ഞൊരുങ്ങി നടക്കുക എന്ന് പറയുന്നത്. കാണുന്നവർക്ക് അതൊരു പക്ഷേ ആഡംബരമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കമൻറ്റായിട്ട് പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ മാനിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ നടക്കുന്ന വഴി നേരെയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണെങ്കിൽ, ആരെന്ത് പറഞ്ഞാലും അത് നിങ്ങൾ വളരെ മുഖവുരക്കെടുക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാക്സിമം സന്തോഷത്തോടെ മാക്സിമം നല്ല രീതിയിൽ നടക്കുക. ഇപ്പം തന്നെ എൻ്റെ ഫേസ് നോക്കിയാൽ കണ്ണെഴുതാതെ ഇരിക്കുന്ന എൻ്റെ ഫേസ്, ഒരുങ്ങാതിരിക്കുന്ന എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കരമായി കരഞ്ഞ് 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 മെഴുകിയിരിക്കുന്ന ഒരു മുഖം പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് എന്നെ ആ രൂപത്തിൽ കാണാനേ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്രൈറ്റായിട്ട് കാണാനും ഏറ്റവും സന്തോഷമുള്ള ഫേസിൽ കാണാനുമാണ് എനിക്കിഷ്ടം. ഇനി ഇതുപോലെ തന്നെ നാടനായിട്ട് ഒട്ടും ഒരുങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് അവരവരുടെ ചോയ്സാണ് കേട്ടോ. അതൊന്നും ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് തയ്യാറായ ഡ്രസ്സ്, അതുപോലെ തന്നെ ആ ഒരു കണിക്കൊന്ന കിട്ടിയത് വരെയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മളിങ്ങനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും നിനക്ക് വായൊന്നും കഴിക്കില്ലേ കൊച്ചെന്നുള്ളത്. പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കംഫർട്ടായിട്ടുള്ള, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത മനുഷ്യരുടെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ചൊരു ടോപ്പിക് ഉള്ളത് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം മേക്കപ്പ് ഒരുവിധം കഴിയാറായി എന്ന് പറയാം. എന്നാലും ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടത് കുറച്ച് കളർ കൂടി പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ സാരി ഇപ്പം പൊതുവേ നമ്മളെല്ലാവരും ഉടുക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കാണിച്ചൊക്കെയാണ് ഉടുക്കുന്നതല്ലേ. എനിക്കാണെങ്കിൽ അത്തരത്തിൽ സാരി ഉടുക്കുന്നതിനോട് യാതൊരു താല്പര്യമില്ല. എനിക്കിങ്ങനെ സാരിയുടെ 2 സൈഡിലുള്ള കസവൊക്കെ ഇങ്ങനെ നന്നായിട്ട് പുറത്തോട്ടൊക്കെ കാണണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എൻ്റെ ഒരു സാരി ഉടുപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്, അതല്ലേ ഭംഗി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യം നമ്മളൊരു 6 മണിയാകുമ്പോഴേ നമുക്ക് ഇറങ്ങി അവിടെ എത്തേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ ഓർണമെൻറ്റ്സ് നോക്കുന്ന ഒരു സെഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഏത് ഓർണമെൻറ്റ്സ് എടുക്കണം എന്നുള്ളതാണ്. എല്ലാ ഓർണമെൻറ്റ്സും ഒന്നിനൊന്നും മെച്ചമാണ്. പൊതുവേ ഈ കേരള ഗോൾഡ് പോലെ പഞ്ഞളിച്ച് നിൽക്കുന്ന ജ്വല്ലറിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മുടെയൊക്കെ സ്കിന്നിന് ചേരുന്ന തരത്തിലൊന്ന് ലൈറ്റ് വെർഷനായിട്ടൊക്കെയുള്ള ജ്വല്ലറിയോടാണ് താല്പര്യം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് ഈ നാഗപടം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാലക്ക മാലയൊക്കെ. ഞാനിത് മേടിച്ചത് ഇവ പെറ്റൽസ് ജ്വല്ലറി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അവർക്ക് ഒത്തിരി സൂപ്പർ കളക്ഷനുണ്ട്. നമുക്ക് ചെല്ലുമ്പോൾ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷനാണ്. വളരെ നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ നന്നായിരിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ
സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തിനകത്ത് നമുക്ക് സാധനം കിട്ടും കേട്ടോ. ഒപ്പം തന്നെ അടുത്തത്, ഇപ്പം ഞാൻ പൊട്ടച്ചിയാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരി നീളമുള്ള മുടി എപ്പോഴും പെൺപിള്ളേർക്കൊരു ഐശ്വര്യം തന്നെയാണ്. അങ്ങനെ എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. ഫേസ് ഇപ്പോൾ കംപ്ലീറ്റ് മാറിയ പോലെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മുടി ഇല്ലാത്ത സമയത്തും മുടി ലോങ്ങായി വെക്കുന്ന സമയത്തും ഉള്ളത് കണ്ടാണ് ഞാനിങ്ങനെ ഞെട്ടി ഓരോന്ന് പറയുന്നത്. ഒപ്പം തന്നെ നെറ്റിച്ചുട്ടി ഒരഴക് തന്നെയാണല്ലേ. പൊട്ട് ഞാൻ വെക്കാൻ ആദ്യം മറന്നിരുന്നു, ലാസ്റ്റ് ഒരു പച്ച പൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച് വലിയൊരു കമ്മലൊക്കെ ഇട്ട് അങ്ങനെ അത് പല പല സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ മൺചിത്രത്താഴിലെ ഗംഗ ഇങ്ങനെ നാഗവല്ലിയുടെ ആഭരണങ്ങൾ എടുത്ത് നോക്കുന്ന ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും ബാക്കി നമുക്ക് ഫോട്ടോസ് കാണാം. കൊഞ്ചനാദം കേട്ടുണരും